ഇസ്ലാമിക ലോകത്തെ ഹദീസ് പണ്ഡിതന്മാരിൽ തലമുതിർന്നയാളായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ്, പ്രത്യേകിച്ച് ഹദീസിന്റെ വിഷയം. അദ്ദേഹം ഇമാം ഷാഫിക്ക് ഒരു കത്തെഴുതി. ഇമാം ഷാഫി ചെറുപ്പക്കാരാണ്. നിങ്ങൾ ഒരു കിതാബ്, ആ കിതാബിൽ വിശുദ്ധ ഖുർആനെ എങ്ങനെയാണ്, വിശുദ്ധ ഖുർആന്റെ സാരാംശങ്ങൾ, ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അത് നമ്മളിലേക്ക് ഉദ്ധരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ, എന്തിൻ്റെയൊക്കെ മാനദണ്ഡം വെച്ചാണ് നമ്മൾ ഇതിനെ സ്വീകരിക്കേണ്ടത്? കാരണം നമ്മൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളൊന്നും അത്ര വലിയ പുരോഗതി പ്രാപിച്ചിട്ടില്ല. അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അഥവാ നമ്മൾ ഇന്ന് പറയുന്ന ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഹദീസ്, ഈ പറഞ്ഞ സംഗതികളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അന്നൊരു വ്യവസ്ഥാപിതമായ ഒരു വിജ്ഞാന ശാഖയായി മാറിയിട്ടില്ല. അപ്പൊ അന്ന് പണ്ഡിതന്മാർക്കൊക്കെ അറിവുണ്ട്, അവരൊക്കെ സ്വീകരിക്കുന്ന രീതിശാസ്ത്രമുണ്ട്, അതൊക്കെ അവരുടെ ശിഷ്യന്മാരിലൂടെ ഇങ്ങനെ പകർന്നു പോകാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു രേഖപ്പെടുത്തി അത് ഇന്ന ഒരു കിതാബ്, ഇത് ഉസൂൽ ഫിഖിലെ കിതാബാണ്, അല്ലെങ്കിൽ ഇന്നത് ഉസൂൽ ഹദീസിലെ കിതാബാണ്. ഉസൂൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ഇന്നതാണ്, ആദ്യത്തെ പാഠം ഇതാണ്, അതിൽ ഇത്ര നിയമങ്ങളുണ്ട്, ഒരു ഹദീസ് ഇങ്ങനെ വന്നാൽ ഇന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്, അങ്ങനെയൊക്കെയാണ് ആ ഹദീസിനെ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും കൃത്യമായി എന്ത് ചെയ്തില്ല. സംഗതി ഉണ്ട്, പക്ഷെ രേഖപ്പെടുത്തപ്പെടുകയോ ഒരു വിജ്ഞാനമായി മാറി അങ്ങനെ ആളുകൾ പഠിക്കാൻ തുടങ്ങുകയോ ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് ഇമാം ഷാഫി. അപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു കിതാബ് എഴുതുന്നു, വഹുജ്ജത്തുൽ ഇജ്മാ, ഇജ്മാഇനെ കുറിച്ച് മുസ്ലിം ലോകത്ത് ഒന്നടങ്കം ഏകോപിച്ച അഭിപ്രായം വരുന്ന ഇജ്മാ എന്നതിനെ കുറിച്ച് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം. വബയാനിൻ നാസിഖ് വൽ മൻസൂഖ്, ഖുർആനിലും ഹദീസിലും ഒക്കെ ദുർബലപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുണ്ടാവും. ആദ്യകാലത്ത് ഇസ്ലാമിൽ വിധി ഉണ്ടായിരുന്നു നാസിഖ്, അതിനെ അടുത്ത കാലത്ത് പിന്നെ അതിനുശേഷം വരുന്ന ഒരു വിധി എന്ത് ചെയ്യും, അതിനെ ദുർബലപ്പെടുത്തും. ഖുർആനിൽ പല ആയത്തുകളും അങ്ങനെ ദുർബലപ്പെട്ടു പോയ ആയത്തുകൾ ഉണ്ടാകും. ചിലപ്പോ ആ ആയത്ത് ദുർബലപ്പെടും, അപ്പൊ അതോടുകൂടി അതിന്റെ പാരായണവും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തും, അതിലൂടെ ഉണ്ടായ വിധിയും ദുർബലപ്പെടുത്തും. ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടാവും, അത് ചിലപ്പോൾ ആയത്താവും. അപ്പോൾ ആ ആയത്തടക്കം എന്ത് ചെയ്യും, ആദ്യകാലത്ത് അള്ളാഹു അവതരിപ്പിച്ച് അത് ദുർബലപ്പെടുത്തും. അതോടുകൂടി ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ വിധിയും അത് പിന്നെ ഇസ്ലാമിൽ നിയമമായി സ്വീകരിക്കാൻ കഴിയില്ല. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ മദ്യ നിരോധനം ഇസ്ലാം നടത്തി. ആദ്യകാലത്ത് എന്താ പറഞ്ഞത്, മദ്യ നിരോധനം നിസ്കരിക്കുമ്പോൾ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മത്ത് പിടിച്ച് ഉന്മത്തരായി, മതോന്മത്തരായി നിങ്ങൾ വരരുത്. പക്ഷെ ഇന്ന് അതേ വിധിയാണ് ഇസ്ലാമിലുള്ളത്? അല്ല. കാരണം അതിനുശേഷം പിന്നെ ഏറ്റവും അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇന്ന് വിരമിക്കാറായില്ലേ എന്ന ഒരു കൽപ്പനയോടുകൂടി, എന്ന് ചോദിക്കലോടുകൂടി മദ്യം പൂർണ്ണമായി ഇസ്ലാമിൽ നിഷിദ്ധമായി. ആദ്യകാലത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ പ്രശ്നമില്ലാതിരുന്നാൽ മതി, ബാക്കിയുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ കുടിച്ചോളി എന്നൊരു ഇതായിരുന്നു. അത് ആ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ ഒന്നാണ്. അപ്പോ ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് ഒരാൾക്കെടുത്ത് ഇന്ന് പറയാൻ കഴിയും? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനിൽ ഇപ്പോഴും ആയത്തുണ്ടല്ലോ, നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് കുടിച്ച് മത്തായി വരായിരുന്നാൽ മതി, ബാക്കിയുള്ള സമയത്ത് കുടിക്കാന്നാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഖുർആൻ അങ്ങനെ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്താ നിങ്ങളുടെ കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാൾക്ക് വാദം പറയാൻ കഴിയില്ല. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിധിയേക്കാൾ അപ്പുറത്ത് എന്ത് ചെയ്തു, അതിനേക്കാൾ ഒരു അപ്ഡേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കൊണ്ടുവന്നു. അതിൽ ആ വിധി ദുർബലപ്പെടും. പക്ഷെ ആ ആയത്തോടെ പാരായണം ചെയ്യും. രണ്ട് രൂപത്തിലുണ്ടാവും. ചിലപ്പോൾ ആയത്ത് തന്നെ ഖുർആൻ ഒഴിവാക്കും. ഇപ്പോ വ്യഭിചാരിണിയെ എറിഞ്ഞു കൊല്ലണം എന്ന ആയത്തുർ റജ്ം ഇതുപോലെ ഖുർആൻ ഉണ്ടായിരുന്ന ആയത്തായി. അസ്സാനിയതു അശ്ശൈഖതു അശ്ശൈഖു വശ്ശൈഖതു ഇദാ സനയാ ഫർജുമുഹുമാ അൽബത്ത എന്ന് പറയുന്ന ആയത്ത് ഖുർആൻ ഉണ്ടായിരുന്ന ആയത്തായി. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തും. പക്ഷെ അതിന്റെ വിധി ഇപ്പോഴും അങ്ങനെ പല രൂപത്തിലുണ്ടാവും. ചിലപ്പോൾ ആയത്തും വിധിയും ദുർബലപ്പെടുത്തും. ആയത്തോടെ നിർത്തി അത് ഓതാൻ തിലാവത്തുണ്ടാകും, പക്ഷെ അതിന്റെ വിധി ഉണ്ടാവില്ല. ചിലപ്പോൾ വിധി ഉണ്ടാവും, ആ ആയത്ത് ഉണ്ടാവില്ല. അങ്ങനെ പല രൂപത്തിൽ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക ലോകത്ത് ഒരു വിധി പറയണമെങ്കിൽ വെറുതെ ഇങ്ങനെ ഖുർആൻ ഓതി അല്ലെങ്കിൽ ഹദീസുകൾ ഇങ്ങനെ ഒരുപാട് പഠിച്ചു ഹിഫ്ളാക്കി ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരൊറ്റ ഹദീസ് ഇങ്ങനെ കിട്ടി അതിനടുത്ത് വിധി പറയുകയാണോ? അല്ല. അത് നമ്മളെ ഇന്ന് സമൂഹത്തിൽ പോലും അതൊരു ശരിയായൊരു നിലപാട് അല്ല. അത് സമൂഹത്തിൽ ഇന്നും പലരും ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഹദീസ് എടുക്കുക, എന്നിട്ട് ആ ഹദീസ് അനുസരിച്ചൊക്കെ പറയാം. ഈ ഹദീസിലുണ്ടല്ലോ, പിന്നെന്താ? ചിലപ്പോൾ ആ ഹദീസിൽ പറഞ്ഞ കാര്യം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് വിശദീകരണം അടുത്ത ഹദീസിലാണ് ഉണ്ടാവുക. അല്ലെ ആ ഹദീസിൽ ഇപ്പോൾ 10 റിപ്പോർട്ട് ഉണ്ടാവും. ആ 10 റിപ്പോർട്ട് കൂടെ വായിക്കുമ്പോൾ ആ ഹദീസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാവുക. അപ്പോ ഒരൊറ്റ കാര്യം മാത്രം എടുത്തുകൊണ്ട് അതിന്റെ പിന്നാമ്പുറങ്ങൾ അറിയാതെ, അതിന്റെ നാസിഖ് മൻസൂഖ് അറിയാതെ, ആദ്യം അവതരിച്ചത് ഏതാണ്, പിന്നെ അവതരിച്ചത് ഏതാണ്, അത് ഏത് പശ്ചാത്തലത്തിലാണ് അവതരിച്ചത്, അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അത് ആ വാചകത്തിൽ അള്ളാഹു കൽപ്പനക്രിയയാണോ പ്രയോഗിച്ചത്, അത് ഫർദാണോ സുന്നത്താണോ, അതിനെയൊക്കെ തിരിക്കേണ്ട മാനദണ്ഡം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾ എഴുതാം. അങ്ങനെയാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അർ-റിസാല എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതുകൊണ്ട് അർ-റിസാല എന്ന് പറയുന്ന ഗ്രന്ഥം ചരിത്രത്തിൽ ഉസൂൽ ഫിഖ്ഹിലെയും ഉസൂൽ ഹദീസിലെയും ആദ്യത്തെ ഗ്രന്ഥമായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഉസൂൽ ഫിഖ്. ഉസൂൽ ഹദീസിലെ കുറെ പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉസൂൽ ഹദീസിൽ
പണ്ഡിതന്മാർ പറയാറില്ലെങ്കിലും, പക്ഷെ ആദ്യമായി അതിന്റെ കാര്യങ്ങളൊക്കെ പരാമർശിച്ചു എന്നൊരു അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ദീനിന്റെ അസ്ലുകൾ, അത് ഉസൂൽ ഫിഖ്ഹിന്റെ നിയമങ്ങളാണ്. എങ്ങനെയാണ് ഒരു കാര്യം വന്നാൽ ദീൻ അത് എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? രണ്ടായത്ത് വന്നു, രണ്ടിലും രണ്ട് കാര്യം പറഞ്ഞു, അതെങ്ങനെ മനസ്സിലാക്കണം? തമ്മിൽ വൈരുദ്ധ്യമായി നമുക്ക് തോന്നി, അപ്പൊ അതിനെങ്ങനെ മനസ്സിലാക്കണം? ഒരു കാര്യം നാസിഖായി മൻസൂഖായി അതിനെ ദുർബലപ്പെടുത്തപ്പെട്ടു, അതിനെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇതൊക്കെ കൃത്യമായ ചില ചിട്ടവട്ടങ്ങൾ, ചില നിയമങ്ങൾ, ചില ഖവായിദുകൾ, ചില ഫോർമുലകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൃത്യമായി പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ആർക്കും എന്തും പറയാം എന്നൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്ന പണ്ഡിതന്മാർ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തി വെച്ചു. അതിന്റെ ഒന്നാമത്തെ തുടക്കക്കാരാണ് ഇമാം ഷാഫി. അത് മദ്ഹബിന്റെ ബേസിലൊന്നുമല്ല, മൊത്തം ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിന് അറിയപ്പെട്ട ഖ്യാതിയാണ് ഇമാം ഷാഫി എന്ന് പറയുന്നത്. ഉസൂലുൽ ഫിഖ് എന്ന ഒരു വിജ്ഞാന ശാഖ തന്നെ അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഇങ്ങനെ വ്യവസ്ഥാപിതമായ കിതാബ് റിസാല എന്ന ഈ കിതാബ് എഴുതുന്നതോടെ അദ്ദേഹം ക്രോഡീകരിച്ച് അതിന്റെ ഒരു തുടക്കക്കാരനായി മാറി എന്നുള്ളത്. ഇമാം ഷാഫിയുടെ അടുത്ത് പലരും പല പ്രശ്നങ്ങളുമായി വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം അറിയപ്പെട്ടത് പല ഫത്വകളും ചോദിച്ച ആളുകൾ വരും. ഇമാം ഷാഫി നല്ല ബുദ്ധികൂർമ്മതയുള്ള മനുഷ്യനായി. ഒരു ദിവസം ഒരാള് ഇമാം ഷാഫിയുടെ അടുത്ത് വന്ന് ചോദിച്ചതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധികൂർമ്മതയുടെ തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ള ഒരു ചെറിയ സംഭവമാണ്. ഇമാം ഷാഫിയുടെ അടുത്ത് വന്ന് ഒരാൾ പറഞ്ഞു, ഞാനൊരു ഈത്തപ്പഴം, ഞാനിപ്പോ ഒരു സത്യം ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഒരു ഈത്തപ്പഴം അതിങ്ങനെ അദ്ദേഹം വായിൽ വെച്ചു. പറഞ്ഞു, ഞാനിത് ഇറക്കിയാൽ എന്റെ ഭാര്യയെ ഞാൻ തൊലാക്കില്ല, എന്റെ ഭാര്യ മുത്തല്ലഖത്താണ്, തൊലാക്കായി. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിബന്ധന വെച്ചുകൊണ്ട് ഷർത്താക്കി വെച്ചുകൊണ്ട് തൊലാക്കിയതാൽ തൊലാക്ക് സംഭവിക്കുള്ളൂ. ഞാനിത് തുപ്പിക്കളഞ്ഞാലും ഭാര്യ തൊലാക്ക്, ഞാനിത് തുപ്പിയാലും ഞാൻ ഭാര്യ തൊലാക്ക് ചൊല്ലി തൊലാക്കായി, ഇത് ഉള്ളിലേക്ക് ഇറക്കിയാലും തൊലാക്കായി. ഇമാം ഷാഫി പറഞ്ഞു, എന്ന് പകുതി തിന്നിട്ട് എന്ത് ചെയ്യാ, പകുതി തുപ്പിക്കളഞ്ഞാൽ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അത് ഇമാം ഷാഫിയുടെ ജീവിതത്തിൽ ഉണ്ടായ അദ്ദേഹത്തെ ഈ ഇത്തരം പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഇമാം അബു നുഐം അൽ അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹില്യത്തുൽ ഔലിയായിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ഇമാം ഷാഫി പിൽക്കാലത്ത് ഗ്രന്ഥരചന നടത്തിയിരുന്നു. പല ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെ പോലെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒന്ന് റഫർ ചെയ്യാൻ പോലുമുള്ള ആവശ്യമില്ലാതെ തന്നെ ആയിരുന്നു അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതാറുണ്ടായിരുന്നത് എന്ന് ഇമാം ഷാഫിയെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. സുബൈക്ക് ശേഷം ഇരുന്നാൽ ദുഹറിനുള്ളിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി കഴിഞ്ഞാൽ മിൻ ഗൈരി അൻ യകൂന ഫീ യദിഹി അസ്ലുൻ, അതിന്റെ അസ്ലി കിതാബ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. മനപ്പാടത്തിൽ നിന്ന് ഖുർആൻ മനപ്പാടമാണ്, മുഹത്ത മനപ്പാടമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. പല കാര്യങ്ങളും അറിവ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലാണ് നിലകൊള്ളുന്നത് എന്ന തത്വം വളരെ കൃത്യമായി പ്രാവർത്തികമാക്കിയ ഒരു മനുഷ്യനായി ഇമാം ഷാഫി എന്ന് കാണാൻ കഴിയും. നാം നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഷാഫി മക്കയിൽ പഠിച്ചു. ഇമാം സഞ്ജി അദ്ദേഹത്തിന്റെ ഉസ്താദാണ്. അദ്ദേഹം മക്കയുടെ മുഫ്തി ആയിരുന്നു. അതുപോലെ തന്നെ പല ആളുകളും, സുഫിയാൻ ഇബ്നു ഉയൈന, ചരിത്രത്തിൽ അറിയപ്പെട്ട തബഈ പണ്ഡിതനാണ് സുഫിയാൻ ഇബ്നു ഉയൈന, അദ്ദേഹം ഇമാം ഷാഫിയുടെ ഉസ്താദാണ്. മദീനയിൽ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് നിന്ന് അദ്ദേഹം പഠിച്ചു. ഇബ്രാഹിം ബിൻ സഅദ് എന്ന് അങ്ങനെ തുടങ്ങി നിരവധി പണ്ഡിതന്മാരുടെ മദീനയിൽ നിന്ന് പഠിച്ചു. യമനിൽ നിന്ന് മുത്തരിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് നിന്ന് പഠിച്ചു. വേറെയും പണ്ഡിതന്മാരുടെ അടുത്ത് പഠിച്ചു. ബഗ്ദാദിൽ നിന്ന് മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് നിന്ന് അദ്ദേഹം പഠിച്ചു. ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം പഠിച്ചു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ ഹസൻ എന്ന് പറയുന്ന പണ്ഡിതൻ അബ്ബാസി ഖിലാഫത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായി. അബ്ബാസി ഖലീഫമാർ ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്തെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ മുഴുവൻ ചീഫ് ജസ്റ്റിസ് ആണ് മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇമാം മുഹമ്മദ് ബിൻ ഹസൻ. ഹനഫി മദ്ഹബിലെ രണ്ടാം അബൂ ഹനീഫ എന്നറിയപ്പെടുന്ന ഇമാം അബൂ ഹനീഫയുടെ അറിവുകൾ മുഴുവൻ ലഭിച്ച, അത് പിന്നീട് ഈ ലോകത്ത് വ്യാപിപ്പിച്ച, അതൊക്കെ രേഖപ്പെടുത്തി ക്രോഡീകരിച്ച വലിയ പണ്ഡിതനായ ഇമാം മുഹമ്മദ് ബിൻ ഹസൻ, അബ്ബാസി ഖലീഫയുടെ ചീഫ് ജസ്റ്റിസ്. ബഗ്ദാദിൽ എത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 34-ാമത്തെ വയസ്സാണ് അദ്ദേഹം ബഗ്ദാദിൽ ആദ്യമായി എത്തുന്നത്. അവിടെ നിന്ന് ഇമാം മുഹമ്മദ് ബിൻ ഹസന്റെ അടുത്ത് നിന്ന് അദ്ദേഹം ഹനഫി ഫിഖ് പഠിച്ചിട്ടുണ്ട്, ദീന് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഹനഫി മദ്ഹബിലുണ്ടായിരുന്ന ഹദീസുകൾക്ക് വിരുദ്ധമായി എന്ന് മനസ്സിലാക്കുന്ന ചില മസലകൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്റെ ഉസ്താദ് എന്നതുകൊണ്ട് മുഹമ്മദ് റഹ്മത്തുള്ളാഹിയോട് നേരിട്ട് പറയുന്നു. പക്ഷെ ബാക്കിയുള്ളവരോട് അദ്ദേഹം പറയും. തന്റെ ഉസ്താദ് ആയതുകൊണ്ട് വലിയ പണ്ഡിതനാണ് ഇമാം മുഹമ്മദ് ബിൻ ഹസൻ, അദ്ദേഹത്തോട് അദ്ദേഹം നേരിട്ട് കാര്യങ്ങൾ പറയുകയൊന്നും ചെയ്യില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കിതാബുകൾ അന്നും കൈയെഴുത്ത് പ്രതികളായുള്ള കിതാബുകളിലൊക്കെ, അദ്ദേഹം വാങ്ങി സൂക്ഷിക്കുന്ന കിതാബുകളിലൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയ ഹദീസുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എന്ത് ചെയ്യും,
അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബോധ്യപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ അതിന്റെ മാർജിനിൽ രേഖപ്പെടുത്തി വെക്കും. ഇന്ന വേറൊരു ഹദീസുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇമാം ഷാഫി ജീവിച്ച കാലഘട്ടം ഇസ്ലാമിക ഫിഖ്ഹിന്റെയും ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും ഒരു നിർണായക കാലഘട്ടമാണ്. അന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത് രണ്ട് മദ്ഹബുകളാണ്. രണ്ട് മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള മദ്ഹബുകളായിട്ട് അങ്ങനെ വ്യാപിച്ചില്ല എങ്കിലും ഇമാം മാലിക്കിന്റെയും അബൂ ഹനീഫയുടെയും മദ്ഹബ്. ഇമാം മാലിക്കിന്റെ മദ്ഹബ് അറിയപ്പെടുന്നത് ഹദീസിന്റെ മദ്ഹബായിട്ടാണ്. ഹദീസ് അഹ്ലുൽ അസർ, ചരിത്രത്തിൽ റിപ്പോർട്ടുകളുടെ പിൻബലത്തോടുകൂടി സനദുകളോടുകൂടി ഹദീസുകളും ഉദ്ധരണികളും ഒക്കെ മുഖവിലേക്കെടുത്തുകൊണ്ടുള്ള മദ്ഹബ്. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് അങ്ങനെയല്ല. അബൂ ഹനീഫയുടെ മദ്ഹബ് അറിയപ്പെടുന്നത് അഹ്ലുർ റഅ്യ് എന്നാണ്. ചിന്തയുടെയും ആലോചനയുടെയും അങ്ങനെ ഗവേഷണം ചെയ്ത് പുതിയ പുതിയ മസാലകളെ അങ്ങനെ കണ്ടെത്തുന്നതിന്റെയും മദ്ഹബ്. അപ്പൊ ഈ രണ്ട് മദ്ഹബുകൾ തമ്മിൽ, ഈ ചിന്താ സരണികൾ തമ്മിൽ അന്ന് തന്നെയും പല സ്ഥലങ്ങളിലും ക്ലാഷുകൾ ഉണ്ടായി. ഹദീസുകൾ അപ്പുറത്ത് ഇമാം മാലിക്കിന്റെ ആളുകൾ ഹദീസ് ഉദ്ധരിക്കും, ഇവര് അത് ബുദ്ധിപരമായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. പല ഹദീസുകളും ഈ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ, അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് പലതും എത്തിച്ചേരാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെ നിയമങ്ങൾക്ക് അനുസൃതമായി തന്നെ പല കാര്യങ്ങളെയും അനുമാനങ്ങളിലൂടെ, നിഗമനങ്ങളിലൂടെ ഇസ്ലാമിക പ്രമാണങ്ങൾ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് ഗവേഷണം ചെയ്തു കണ്ടെത്തേണ്ടി വന്നിട്ടുണ്ട്. അബൂ ഹനീഫ ഒറ്റക്കല്ല. നാം നേരത്തെ പറഞ്ഞ ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി തുടങ്ങിയ അദ്ദേഹത്തിന് ഒരു ശിഷ്യഗണങ്ങൾ തന്നെ ഉണ്ടായി ഇമാം അബൂ ഹനീഫക്ക്. ആ സദസ്സിലാണ് അവർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അദ്ദേഹം ഒറ്റക്കല്ല. ആ സദസ്സിൽ അവർ മൊത്തം പല തലമുതിർന്ന ആളുകൾ, അദ്ദേഹത്തിന് ശിഷ്യന്മാരെ ആളുകൾക്ക് സദസ്സിൽ ഓരോ മസലകൾ ചർച്ച ചെയ്യും. അവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പലരും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. അങ്ങനെയാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ മദ്ഹബ് ഒരു മദ്ഹബായി പിന്നീട് ഈ ശിഷ്യന്മാരിലൂടെയൊക്കെ രൂപപ്പെട്ടു വരും. അപ്പൊ ഇമാം ഷാഫിക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂല ഘടകം ഈ രണ്ട് മദ്ഹബുകൾ അദ്ദേഹം പഠിച്ചു എന്നതാണ്. മാലിക്കിന്റെ ശിഷ്യനാണ് അദ്ദേഹം. ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനും അദ്ദേഹം. അന്നത്തെ അഹ്ലുൽ അസറിന്റെയും അഹ്ലുർ റഅ്യിന്റെയും രണ്ടുപേരുടെയും ചിന്താസരണികൾ യോജിപ്പിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു പണ്ഡിതനായി വളർന്നു വരാൻ ഇമാം ഷാഫിക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ഉസ്താദുമാരെ നമ്മൾ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ബഗ്ദാദിൽ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി, അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ ഖുറാസാൻ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് വേറെ പല ഉസ്താദുമാരും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രധാനമായുള്ള ഇമാം ഹുമൈദി. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് തവണ ഈ ഹുമൈദി റഹ്മത്തുള്ളാഹി അലൈഹി നിന്നുള്ള ഉദ്ധരണികൾ ഹദീസിന്റെ സനദിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഖാസിം ഇബ്നു സല്ലാം ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. ഇമാം അബൂ യാഖൂബ് യൂസുഫ് അൽ ബുവൈത്തി ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. ഇമാം ബുഖാരിയുടെ തന്നെ ഉസ്താദായ ഇമാം ബുഖാരി രചിക്കാൻ കാരണക്കാരനായ ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈ, നമ്മൾ നേരത്തെ പറഞ്ഞ ഖുറാസാൻ പ്രവിശ്യയിലെ അറിയപ്പെട്ട ഇമാമു അഹ്ലി ഖുറാസാന്റെ ഇമാം എന്ന് അറിയപ്പെട്ടയാളാണ് ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈ. അദ്ദേഹം ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു വാചകം കേട്ടിട്ടാണ് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ.